സ്വാതന്ത്ര്യദിനത്തിൽ ഭരണഘടന ഓർമ്മിപ്പിച്ച ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണെന്ന് ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. മതസ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന ഉറപ്പാണ്. മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് ആർഷഭാരത സംസ്കാരത്തിന് അപമാനമാണെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. നീതിയും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നുണ്ടായി. ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെതായ നമ്മുടെ രാജ്യങ്ങളിൽ പുനരേണ്ടിയിരിക്കുന്നത്. മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്ന അനേക സന്ദർഭങ്ങൾക്കൂടെ നമ്മൾ കടന്നു. ആർഷഭാരത വീക്ഷണം വിനയത്തിലും സമഭാവനയിലും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ്. അതാണ് ലോകം മുഴുവൻ ഭാരതത്തെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയും അതിൻ്റെ മേൽ മനുഷ്യന്റെ സ്വതന്ത്രമായിരിക്കുന്ന ജീവിതത്തിന്റെ മേൽ കൈവയ്ക്കുകയും ചെയ്യുന്നത് മതസ്വാതന്ത്ര്യത്തിന്റെ മേൽ കൈവയ്ക്കുന്നത് മാത്രമല്ല, ഭരണഘടനയുടെ നഗ്നമായ ലംഘനവും. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ ഇങ്ങനെയൊരു പ്രസംഗം. എന്താണ് പറയുന്നത്? തീർച്ചയായും ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ നേരെ ഉണ്ടായ അതിക്രമത്തിന് പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി കാതോലിക്ക ബാവ രംഗത്തെത്തുകയും ചെയ്തു. അതിന് പിന്നാലെ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ വിമർശനം തുടരുന്നു എന്നുകൊണ്ട് തന്നെയാണ്. ഈ മതസൗഹാർദ്ദം ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് ഇല്ലാത്ത അല്ലെങ്കിൽ അത് ഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യമാണ് കാതോലിക്ക ബാവ ഓർമ്മപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഈ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുന്നത് അല്ലെങ്കിൽ അടിച്ചമർത്തുന്നത് അത് ഭരണഘടന നഗ്നമായ ലംഘനം എന്നു കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് ഈ കാലഘട്ടത്തിൽ ഈ വിഷയങ്ങളെയൊക്കെ തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല, അത് മറന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ കാതോലിക്ക ബാവയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മൃതി, അഖിൽ കെയാണ് വിവരങ്ങൾ നൽകിയത്. കാതോലിക്ക ബാവയുടെ പ്രതികരണം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ.